ഋഷഭ് പന്തിന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സസ്പെൻഷൻ. ഒരു മത്സരത്തിലെ വിലക്കിന് പുറമെ 30 ലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കുറഞ്ഞ ഓവർ റേറ്റിന്റെ പേരിലാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനെതിരെ നടപടി സ്വീകരിച്ചത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഇന്ന് മെയ് 12 നടക്കുന്ന മത്സരത്തിൽ പന്തിന് കളിക്കാനാവില്ല. ഋഷഭ് പന്തിന് പുറമെ ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ പ്ലേയിങ് 11-ലെ താരങ്ങൾക്കും പിഴ ചുമത്തിയതായി IPL അറിയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും 12 ലക്ഷം രൂപ വീതമോ അല്ലെങ്കിൽ മാച്ച് ഫീയുടെ 50% ആണ് പിഴയായി നൽകേണ്ടത്. ഏതാണ് കുറവെന്ന് നോക്കി അത് അടച്ചാൽ മതിയാകും. BCCI നിയമപ്രകാരം ആദ്യത്തെ കുറഞ്ഞ ഓവറിന് 12 ലക്ഷം രൂപയാണ് ടീം ക്യാപ്റ്റനിൽ നിന്ന് ഈടാക്കുക. രണ്ടാം തവണ ഈ തുക ഇരട്ടിയാകും. മൂന്നാം തവണ ആവർത്തിച്ചാൽ ക്യാപ്റ്റന് 30 ലക്ഷം രൂപ പിഴയും ഒരു കളിയിൽ നിന്ന് വിലക്കുമാണ് ശിക്ഷ. നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കാത്തതിനെയാണ് കുറഞ്ഞ ഓവർ റേറ്റ് എന്ന് പറയുന്നത്. മാർച്ച് 31-ന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ആദ്യത്തെ കുറഞ്ഞ ഓവർ റേറ്റ് സംഭവിക്കുന്നത്. ഏപ്രിൽ 3-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിലാണ് രണ്ടാം തവണ നിയമലംഘനം ഉണ്ടാകുന്നത്. മെയ് 7-ന് രാജസ്ഥാൻ റോയൽസിനെ സ്വന്തം തട്ടകത്തിൽ നേരിട്ടപ്പോഴാണ് മൂന്നാം തവണ ഋഷഭ് പന്തും സംഘവും നിശ്ചിത സമയത്തിനകം പന്തെറിയാതിരുന്നത്. ഇതു കാരണം അവസാന ഓവറിൽ ഔട്ട്സൈഡ് സർക്കിളിൽ 4 ഫീൽഡർമാരെ മാത്രം വിന്യസിക്കാനും DCC നിർബന്ധിതരായി. അടുത്ത മത്സരത്തിൽ DCക്കും RCBക്കും വിജയം അനിവാര്യമാണ്. ഇന്ന് വൈകുന്നേരം 7:30-നാണ് നിർണായകമായ മത്സരം ആരംഭിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിന് BCCI ഒരു മത്സരത്തിൽ വിലക്കേർപ്പെടുത്തിയതോടെ ഇന്ന് നടക്കുന്ന നിർണായക IPL പോരാട്ടത്തിൽ അക്ഷർ പട്ടേലിനെ ക്യാപ്റ്റനായി നിയമിച്ചു. കുറഞ്ഞ ഓവർ റേറ്റിന്റെ പേരിൽ DC ക്യാപ്റ്റന് ഒരു കളിയിൽ വിലക്കും 30 ലക്ഷം രൂപ പിഴയും വിധിച്ചതോടെയാണ് പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താൻ നിർബന്ധിതമായത്. ഇന്ന് ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്. പ്ലേ ഓഫ് യോഗ്യത നേടാൻ DCക്ക് ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും വിജയിക്കണം. നിർണായക IPL 2024 മത്സരത്തിൽ റെഗുലർ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ സേവനം ലഭിക്കാത്തത് DCക്ക് തിരിച്ചടിയാണ്. ടീമിനെ നയിക്കാൻ DCക്ക് പരിചയസമ്പത്തുള്ള താരങ്ങൾ കുറവാണ്. ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെ നായകനായി ഉയർത്തിയതായി DC ഹെഡ് കോച്ച് റിക്കി പോണ്ടിംഗ് സ്ഥിരീകരിച്ചു. രാജസ്ഥാൻ റോയൽസിനെതിരെ സ്ലോ ഓവർ റേറ്റ് നിലനിർത്തിയതിനാണ് DCയുടെ ക്യാപ്റ്റനെതിരെ നടപടി വന്നത്. പ്ലേയിങ് 11-ലെ താരങ്ങൾക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. മാച്ച് റഫറിയുടെ വിധിക്കെതിരെ DC അപ്പീൽ നൽകി. തുടർന്ന് വിഷയം BCCI ഓംബുഡ്സ്മാനെ ഏൽപ്പിച്ചു. മാച്ച് റഫറിയുടെ തീരുമാനം അന്തിമമാണെന്ന് ഓംബുഡ്സ്മാൻ വിധിക്കുകയും ചെയ്തു. BCCIയുടെ കടുത്ത ശിക്ഷയിൽ നിന്ന് ഋഷഭ് പന്തിനെ രക്ഷിക്കാൻ സൗരവ് ഗാംഗുലിയും റിക്കി പോണ്ടിംഗും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഹിയറിംഗിന് ഇരുവരും ഹാജരായെങ്കിലും ഋഷഭ് പന്തിനെ രക്ഷിക്കാനായില്ല. ഈ സീസണിൽ സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ പന്തിനെതിരായ മൂന്നാമത്തെ നടപടിയാണിത്. 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി DC പട്ടികയിൽ 5-ാം സ്ഥാനത്തും 10 പോയിന്റുമായി RCB 7-ാം സ്ഥാനത്തുമാണുള്ളത്. ബംഗളൂരുവിൽ ജയിച്ചാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ മറികടന്ന് 4-ാം സ്ഥാനത്ത് എത്താമെന്നതിനാൽ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഡൽഹി. ആദ്യ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ടൂർണമെന്റിൽ മുന്നോട്ടു പോകാനാവുക. ടീം അംഗങ്ങൾക്കും പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിലും പന്തിന് മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ക്യാപ്റ്റന് പുറമെ ഉള്ളവർ 12 ലക്ഷം രൂപ വീതമോ അല്ലെങ്കിൽ മാച്ച് ഫീയുടെ 50% ആണ് പിഴയായി നൽകേണ്ടത്. BCCI നിയമപ്രകാരം മൂന്നാം തവണയും സ്ലോ ഓവർ റേറ്റ് വന്നാൽ ക്യാപ്റ്റന് ഒരു കളിയിൽ നിന്ന് വിലക്കും 30 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കാത്തതിന് ഋഷഭ് പന്തിൽ നിന്ന് 12 ലക്ഷം രൂപയും രണ്ടാം തവണ 24 ലക്ഷം രൂപയും ഈടാക്കിയിരുന്നു.